ബിഗ് ബോസ് വീടിനുള്ളിലുള്ള ഓരോ മത്സരാർത്ഥികളെയും കഴിഞ്ഞൊരാഴ്ചക്കാലം കൊണ്ട് പ്രേക്ഷകർ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ആരാണ് പ്രേക്ഷകരുടെ ഹൃദയത്തിൽ എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ തന്നെ വെളിപ്പെടുത്തൽ നടത്തുക. ഓരോരുത്തരുടെയും ഫോട്ടോ പതിച്ചിരിക്കുന്ന ഒരു ബോർഡ്, അതിന് നേരെ ഓരോരോ പ്ലേ കാർഡുകൾ കൊണ്ടുവന്ന് വെക്കുക. സൂപ്പർ സ്റ്റാർ, ഹീറോ, സീറോ, ഇങ്ങനെ 3 എണ്ണമാണ് വെക്കാനുള്ളത്. രതീഷ് സ്വയം സീറോ എന്ന് വിശേഷിപ്പിച്ചപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഹീറോയും സൂപ്പർ സ്റ്റാറും വീതം വെച്ചെടുത്തു. എന്നാൽ ആ ടാസ്കിൽ ഒരു റിയൽ ഗെയിം ചേഞ്ചറായി റോക്കി മാറി. അന്യായ പെർഫോമൻസ് ആയിരുന്നു റോക്കി നടത്തിയിരുന്നത് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇവിടെ ഈ ഗെയിമിനെ ചേഞ്ച് ചെയ്യുവാനുള്ള ഒരു ഓപ്ഷൻ കൂടി ബിഗ് ബോസ് വെച്ചിരുന്നു. ഞാനിപ്പോൾ എന്നെ ഹീറോ എന്ന് വിശേഷിപ്പിച്ചാൽ പവർ ടീമിന് ഞാൻ ഹീറോ അല്ല എന്നുള്ളത് കൗണ്ടർ അറ്റാക്ക് നടത്തിയിട്ട് വേണമെങ്കിൽ എന്നെ സീറോ ആക്കാനോ അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർ ആക്കാനോ ഉള്ള ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. അപ്പോൾ തന്നെ പവർ ടീമിലെ ഒരു വ്യക്തി സൂപ്പർ സ്റ്റാർ എന്നോ ഹീറോ എന്നോ പറഞ്ഞാൽ മറ്റുള്ളവർക്ക് സീറോയാണ് എന്ന് തെളിയിക്കുവാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. അതിനെ വളരെ വിദഗ്ധമായ രീതിയിൽ റോക്കി ഉപയോഗിച്ചു എന്നുള്ളതാണ്. താൻ ബിഗ് ബോസ് വീട്ടിലെ ഹീറോയാണ് എന്ന് പ്രഖ്യാപിച്ച ഗബ്രിയെ അല്ല, നീ വെറും സീറോയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്റെ ഹീറോയുടെ പ്ലക്കാർഡ് എടുത്തു മാറ്റി പകരം സീറോ സ്ഥാപിച്ചു റോക്കി. അതിനുള്ള കാരണങ്ങൾ വളരെ വ്യക്തവുമായിരുന്നു. റോക്കി ചോദിച്ച ചോദ്യം ഇതാണ്: വിശക്കുന്ന ഒരു മനുഷ്യൻ ആഹാരം നിഷേധിക്കുന്ന നീ എങ്ങനെയാടാ ഹീറോയാകുന്നത്? വിശന്ന വയറുമായിട്ട് വന്ന് ഭക്ഷണം ചോദിച്ച രതീഷിന് താമസിച്ചു പോയി എന്നുള്ള കാരണത്താൽ ഭക്ഷണം നീ നിഷേധിക്കുകയും അതേ കാരണത്താൽ തന്നെ ഭക്ഷണം നിഷേധിക്കപ്പെടേണ്ട ജാസ്മിന് നീ ഭക്ഷണം കൊടുക്കുകയും ചെയ്തു. ജാസ്മിൻ താമസിച്ചാണ് വന്നത്. ജാസ്മിന് ഗബ്രി ഭക്ഷണം കൊടുത്തു, എന്നാൽ രതീഷിന് ഭക്ഷണം കൊടുത്തില്ല. നീ പച്ചയായ പാർഷ്വാലിറ്റിയാണ് ഇവിടെ കാണിച്ചത്. അങ്ങനെയുള്ളൊരു വ്യക്തിയെ ഹീറോ എന്ന് പ്രഖ്യാപിക്കുവാൻ ഒരിക്കലും കഴിയില്ല. രണ്ടാമത്തേത്, ഒരു പെൺകുട്ടിയെ ഒരടിമയെ പോലെ നീ കരുതുകയും അവരെ കൊണ്ട് അടിമ പണി ചെയ്യിക്കുകയും ചെയ്തു. ഇത് നമ്മുടെ അൻസിബയോടുള്ള ബന്ധത്തിൽ വെളിപ്പെട്ട ഒരു ഇഷ്യൂ ആണ്. അൻസിബയോട് ഗബ്രി പറയുന്നുണ്ട്, പോയി വെള്ളം എടുത്തുകൊണ്ട് വരിക, ഞാൻ എൻ്റെ പവർ വെച്ചുകൊണ്ട് ആജ്ഞാപിക്കുകയാണ്, ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് വരിക. ആ സമയത്ത് അൻസിബ ഗബ്രിക്ക് അഴുക്ക് വെള്ളം കൊണ്ട് കൊടുത്തു എന്നുള്ളത് ഒരു വാർത്തയായി മാറിയത് ഏവരും ഓർക്കുന്നുണ്ടാകും. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള ഹീനമായ പ്രവർത്തികൾ ചെയ്തൊരു വ്യക്തി സ്വയം ഹീറോ എന്ന് വിശേഷിപ്പിച്ചാൽ അതൊരിക്കലും അംഗീകരിക്കുവാൻ കഴിയില്ല. നീ സീറോയാണ് എന്ന് പറയുന്നു. ആ സമയത്ത് റോക്കിയോട് ലാലേട്ടൻ തന്നെ ചോദിക്കുകയാണ്, ഹീറോ എന്നുള്ളതെടുത്ത് മാറ്റണമെങ്കിൽ മാറ്റിക്കോ. ഉടൻ തന്നെ റോക്കി ഹീറോ മാറ്റി പകരം സീറോയാക്കി. നല്ല ഒന്നാന്തരം ഗെയിം പ്ലാൻ ആയിരുന്നു. വളരെ കൃത്യമായി ചിന്തിച്ച് ആലോചിച്ച് വലിയ മാസ് ഡയലോഗ് അടിച്ചുകൊണ്ട് റോക്കി ഗബ്രിയെ നിലത്തടിച്ചു കളഞ്ഞു എന്ന് തന്നെ വേണം പറയാൻ. അതെ, വിശന്നിരിക്കുന്നവന് ഭക്ഷണം നിഷേധിക്കുന്നവൻ ഒരിക്കലും ഹീറോയല്ല.